ഒരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന് ഒരു കുതിരയും ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടും ശ്രദ്ധയോടും കൂടിയാണ് ആ കുതിരയെ കർഷകൻ വളർത്തിയിരുന്നത്. എന്നാൽ ഒരു ദിവസം ആ കുതിരയാകട്ടെ തൻ്റെ കൃഷിസ്ഥലം വിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. ഈ വിവരം കേട്ട് അയൽവാസികൾ ഓടി വന്ന് അയാളോട് പറഞ്ഞു, നിനക്ക് കഷ്ടമായല്ലോ എന്ന്. അതിന് അയാൾ മറുപടിയൊന്നും നൽകിയില്ല. നേരെ മറിച്ച് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിറ്റേ ദിവസം ഈ ഓടിപ്പോയ കുതിരയാകട്ടെ തന്നേക്കാൾ ശക്തരായ 6 കാട്ടുകുതിരകളെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നു. ഈ വിവരം കേട്ട് പിന്നെയും ജനങ്ങൾ ഓടിക്കൂടി അയാളോട് പറഞ്ഞു, നിനക്ക് ഭാഗ്യമായല്ലോ എന്ന്. അതിനും അയാൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെയും ഒരു ദിവസം ഈ കർഷകന്റെ മകൻ കുതിരകളെ മെരുക്കുന്ന ശ്രമത്തിൻ്റെ ഇടയിൽ ഒരു കുതിരയുടെ മുകളിൽ നിന്ന് വീണ് കൈയൊടിഞ്ഞ് കിടപ്പിലായി. ഈ ദുഃഖകരമായ വിവരം കേട്ട് പിന്നെയും ജനങ്ങൾ ഓടിക്കൂടി അയാളോട് പറഞ്ഞു, നിനക്ക് കഷ്ടമായല്ലോ എന്ന്. അതിന് അയാൾ മൃദുവായി ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ രാജ്യത്തിലെ രാജാവിൻ്റെ സൈന്യാധിപൻ വന്ന് അവിടുത്തെ യുവാക്കളെയെല്ലാം സൈന്യത്തിലേക്ക് ചേർക്കുവാൻ വേണ്ടി വന്നു. ഈ കർഷകന്റെ മകനാകട്ടെ കൈയൊടിഞ്ഞ് കിടപ്പിലായിരുന്നത് കൊണ്ട് അവർ അവനെ ഒഴിവാക്കി കടന്നുപോയി. അപ്പോഴും ഈ വിവരം കേട്ട് അയൽവാസികൾ ഓടി വന്ന് അയാളോട് പറഞ്ഞു, നിനക്കും നിന്റെ മകനും ഭാഗ്യമായല്ലോ എന്ന്. അതിന് ചെറുതായി ഒന്ന് പുഞ്ചിരിക്കുകയല്ലാതെ അയാൾക്ക് മറ്റൊന്നും പറയുവാനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ ചെറിയ കഥയുടെ സന്ദേശം ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ കർഷകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. രണ്ടും ഒരുപോലെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് കാലത്തിലൂടെ നമ്മുടെ ദുഃഖങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ദൈവം തൻ്റെ വലിയൊരു പദ്ധതിക്ക് നമ്മെ ഒരുക്കുകയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ.